എന്തായാലും നമുക്ക് ഇന്നത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമായിരിക്കാണ്. മറ്റാരുമല്ല, ലിഷ ആൻഡ് നിവേദിത. Lisha Nivedita. Yes, sir. Yes. Right. Choice of subject. Indian history, science and technology ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. തുടങ്ങാം. Okay, sir. So, Lisha Nivedita, here comes your first question. കേരളത്തിൽ മൂൺ ഹേലോ കേട്ടില്ലേ? അത് നടന്ന ദിവസം, അതായത് മൂൺ ഹേലോ പ്രതിഭാസം കണ്ട ദിവസം എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം 2023 ചോദ്യമാണ്. നവംബർ മാസത്തെ ചോദ്യമാണ്. ഈ അടുത്താണ് ഉണ്ടായത്. ഓക്കെ. 23, 24, 25 ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 25 ഉറപ്പാണോ? നമ്മൾ മൂൺ ഹാലോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ 25 ആയിരിക്കും. 25, 24 ആണ് ആൻസർ. 24. ആൻസർ 24. 23 പറയായിരുന്നു. തെറ്റിയനെ. 25 ഓർ 24 എന്ന് എനിക്കൊരു ഡൗട്ട്. കറക്റ്റ് ആൻസർ. സോ 2023 നവംബർ 24 തീയതി നടന്ന മൂൺ ഹേലോ പ്രതിഭാസത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. വെരി ഗുഡ് സ്റ്റാർട്ട്. നമുക്ക് കുറച്ചുകൂടെ ടഫ് ആക്കാം ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടർ ഉപയോഗിച്ച വർഷം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വേണോ? 1954, 56, 60. Is it 1954? Is it 1956 or 1960? Tick tick. 1956. 1956. 54, 56, 60. ഫസ്റ്റ് ഓപ്ഷൻ 1954. 54. 10 സെക്കൻഡ് ബാക്കി നിൽക്കെ പറഞ്ഞ 1954 എന്ന ഉത്തരം വളരെ തെറ്റാണ്. ഓക്കേ സർ. എനിക്ക് ആദ്യം പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. 1956 ആയിരുന്നു കറക്റ്റ്. 55 വാങ്ങിക്കുന്നു, ജവഹർലാൽ നെഹ്റു അപ്രൂവ് ചെയ്യുന്നു. 56 ഉപയോഗിച്ച് തുടങ്ങിയ കമ്പ്യൂട്ടർ 1956 was the correct answer. You should have stuck on to it. ചുരുക്കം ഇയേഴ്സ് എനിക്ക് നിൽക്കാറുള്ളൂ. അവിടെ ഞാൻ വീക്കാണ്. Okay, no issue. Let's move on. Yes. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ത്യൻ ദേശീയ പതാക ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? അല്ല, ചോദ്യം അതല്ല. ഹൗ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയുടെ പേരാണ് എനിക്ക് വേണ്ടത്. ഓപ്ഷൻസ് വേണം. ഓക്കെ. Is it Baba Saheb Bhimrao Ambedkar? Is it Pingali Venkaya or Sardar Vallabhbhai Patel? സർ, പിങ്കളി വെങ്കയ്യ. അതെന്താ ഇത്ര പെട്ടെന്ന് പറഞ്ഞേ? എനിക്ക് ഞാൻ വായിച്ചതാണ്. അപ്പൊ പിന്നെ ശരിയാ. താങ്ക് യു സർ. Nice. Moving on to the next question. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ഓപ്ഷൻസ്: മലബാർ കലാപം, കുളത്തൂർ കലാപം, ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം, മലബാർ കലാപം, കുളത്തൂർ കലാപം. ടിക് ടിക്. മലബാർ കലാപം ഫസ്റ്റ് അല്ലേ? ഞാൻ എല്ലാം മാറ്റിയാ പറഞ്ഞത്, ഇനി മാറ്റി പറയരുത്. ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് പറയാം. മലബാർ കലാപം, ആറ്റിങ്ങൽ കലാപം, കുളത്തൂർ കലാപം. ആറ്റിങ്ങൽ കലാപം. എപ്പോഴും രണ്ടാമത്തെ ഇങ്ങനെ ഓപ്ഷൻ ഇങ്ങനെ മാറ്റി മാറ്റി പറയുമ്പോ അല്ലേ, അപ്പൊ രണ്ടാമത്തതായിരിക്കും ശരി അല്ലേ? കറക്റ്റ്. മലബാർ കലാപം എന്ന് പറഞ്ഞിട്ട് വേണ്ട. മലബാർ കലാപം ഉണ്ടായിട്ടുണ്ട്, എനിക്കറിയാം കലാപങ്ങൾ, പക്ഷെ എനിക്കത് ഓർഡർ പെട്ടെന്ന്. ശരി, അപ്പൊ ബാക്കിയുള്ള കലാപത്തിനെ പറ്റി കേൾക്കട്ടെ. ഏതൊക്കെയാണ് നടന്നത്? അയ്യോ, മാപ്പിള ലഹള, കലാപം, അങ്ങനെ എനിക്ക് അങ്ങനെ ചോദ്യമില്ല, കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ, നടന്നോട്ടെ. ഹിസ്റ്ററി അല്ലേ, ഇനിയിപ്പോ ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ, നടന്നുപോയി, എന്ത് ചെയ്യാനാ? അതെ സർ. റൈറ്റ്. ഓക്കെ. സോ യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
On the wall, you will have a picture. Identify the photo. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രം ആരുടേതാണെന്ന് തിരിച്ചറിയുക. Is it സതീഷ് ധവാൻ, ഡോക്ടർ ഹോമി ജെ ബാബ, KR രാമനാഥൻ, നമ്പി നാരായണൻ? ടിക് ടിക്. ഡോക്ടർ ഹോമി ജെ ബാബ. ശ്വാസിക ഇങ്ങനെ തൊഴുതിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്താ പറയണ്ടേ? അയ്യോ, അത് നമ്പി നാരായണനായിരുന്നു. റോക്കറ്ററി സിനിമ വരെ വന്നു. ആ അതാണ്. സോറി, സിനിമ ആക്ച്വലി എനിക്ക് മൂവീസ് അതാണ് മൂവി സെലക്ട് ചെയ്യാത്തത്, കാണാറില്ല. മൂവീസ് എനിക്ക് കാണാൻ കുറച്ചായിട്ട് കുറെ ഗ്യാപ്പാണ് സർ. ഇത് മൂവിയിലല്ല, ഇത് ശരിക്കുള്ള ആളാ. അതെ. ഈ അടുത്ത കാലത്ത് പോലും അദ്ദേഹത്തിന്റെ കോമ്പൻസേഷനെ ചൊല്ലി വാർത്തകൾ വന്നു, ഇന്റർവ്യൂസ് വന്നു. നേരത്തെ ആ എസ്പിയോനാഷ് കേസിന്റെ പേരിൽ പല ഇത് വന്നു. സിനിമാ നടനല്ല, അദ്ദേഹത്തിനെ ബേസ് ചെയ്ത് സയന്റിസ്റ്റ് ആയിട്ട് APJയുടെ കൂടെ ഉൾപ്പെടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ് R മാധവൻ റോക്കറ്റ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്. ഈ അടുത്ത കാലത്ത് നാഷണൽ ലെവലിൽ വരെ സംസാരിക്കപ്പെടുകയും അവാർഡ് കിട്ടുകയൊക്കെ ചെയ്ത ഒരു മൂവിയിൽ ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി പൊട്ടറിയാൻ വേണ്ടിയിട്ടാണ് അവൻ ട്രൈ ചെയ്തത്. ഓക്കെ സർ. നമ്പി നാരായൺ.